എന്താ ആലോചിക്കുന്നേ? ഞാൻ എന്റെ ഏട്ടനെ അമ്മയെ വിട്ടുപിരിയേണ്ടി വന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അത് തന്നെ എപ്പോഴും ആലോചിക്കുന്ന എന്തിനാ? ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. ഏട്ടന്റെ അമ്മയുടെ മനസ്സിൽ നിന്ന് നമ്മളോ നമ്മുടെ മനസ്സിൽ നിന്ന് അവരോ പിരിഞ്ഞു പോയിട്ടില്ല. എങ്കിലും ആ വീട്, അവിടെ എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടെ കഴിഞ്ഞ നാളുകൾ, അതൊന്നും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ. നമ്മുടെ കാര്യം പോട്ടെ, തുളസി മോള്, ഈ കുഞ്ഞ് സത്യത്തിൽ അവിടെ വളരേണ്ടതല്ലേ? ഇവളുടെ സൗഭാഗ്യം കൂടി നമ്മള് കാരണമല്ലേ ഇല്ലാതായത്. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ മാത്രമായി എങ്ങനെയാ അവിടെ വളരുന്നേ? എന്റെ അച്ഛനും അമ്മയും ഇവിടെയല്ലേ? പിന്നെ ആദ്യം കാണാൻ പറ്റാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വീട് മതി അമ്മേ. അമ്മ വിഷമിക്കാതിരുന്നാ മതി. എന്റെ പൊന്നു മോളെ, പ്രിയ, എന്താ ഇത്? മോളെ കൂടി വിഷമിപ്പിക്കാതെ. പ്രിയ, പ്രിയ, അമ്മേ, പ്രിയ, അമ്മേ. പ്രിയ. ഇന്ന് ഇങ്ങനെയൊരു സിംറ്റംസ് ഉണ്ടായത് ഭാഗ്യമായി കരുതണം. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്താൻ കഴിഞ്ഞല്ലോ. 2 ബ്ലോക്കുകൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. ഇപ്പോഴായതുകൊണ്ട് റെഗുലറായി മരുന്ന് കഴിച്ചാൽ മതി. അല്പം താമസിച്ചിരുന്നെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നേനെ. ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി അങ്ങോട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ പോവാം. എന്താ ഡോക്ടർ ഞങ്ങൾ ചെയ്യേണ്ടത്? മെയിനായിട്ട് മെഡിസിൻ മുടങ്ങാതിരിക്കുക, പിന്നെ വ്യായാമം, ഒപ്പം മെൻ്റലി നോർമലായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. മനസ്സിന് ഓവർ സ്ട്രെസ് കൊടുക്കുന്നത് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത അപകടം ഉണ്ടാക്കും. ചിലപ്പോൾ അറ്റാക്ക് വരെ സംഭവിച്ചേക്കാം. പ്രിയ, തുറന്നു പറയുന്നത് പേഷ്യൻ്റ് എപ്പോഴും കരുതലോടിരിക്കാനാണ്. പല അപകടങ്ങളും അവനവൻ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ശരിയല്ലേ? ആ, ഓക്കെ. ഇപ്പോൾ പ്രിയയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ, എനിക്കൊരു കുഴപ്പമില്ല. ശരി, അപ്പോൾ ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. സിസ്റ്റർ, ഇത് ഫാർമസി കൊടുത്തേക്ക്. എനിക്ക് ഇന്ന് സർജറിയുടെ ഡേറ്റാ. മെഡിസിൻ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കോളൂ. ഓക്കെ. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. നീ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. മനഃപൂർവ്വം അല്ലല്ലോ, എന്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി. എല്ലാത്തിനും കാരണം ആ ദുർഗാമ്മയാ. അവര് കാരണം എന്റെ അമ്മയ്ക്ക് ഈ അസുഖം വന്നേ. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയരുത്. അമ്മയെ പോലെ തന്നെ കാണണം ദുർഗാമ്മയെ. അതെ,
അറിഞ്ഞോ? ദേവമംഗലം തറവാട് രണ്ടായി അങ്ങ് പിളർന്നു. അയ്യോ, അതെങ്ങനെയാ? ഭൂമി കുലുക്കൊന്നും ഉണ്ടായില്ലല്ലോ. ആ കുലുങ്ങി. ഞാനും നിങ്ങളും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ദേവമംഗലത്തിനടുത്തുള്ള വിലാസിനെ വിളിച്ചു പറഞ്ഞതാ. അവരെ വിശ്വസിക്കരുത്, അവരൊരു പരദൂഷണ ചാനലാ. എന്നാലും ഇത് സത്യമാണ്. ദേവമംഗലത്തുനിന്ന് പ്രിയയെ പുറത്താക്കി ദുർഗ തറവാട് സ്വന്തമാക്കി. പ്രിയ ഇപ്പോ വാടക വീട്ടിലാ. വാടക വീട്ടിൽ. ഇതിനായിരുന്നോ ദേവമംഗലം തറവാട് രണ്ടായി പിളർന്നു എന്ന് പറഞ്ഞത്? എന്താ അതങ്ങോട്ട് ദഹിച്ചില്ലേ? അല്ലെങ്കിലും ഞാൻ ജയിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇതിലെവിടെയാ മംഗളം നീ ജയിച്ചത്? നിന്റെ ശത്രു ദുർഗയല്ലേ? തറവാട്ടിൽ നിന്ന് പുറത്തായത് നിന്റെ ചേട്ടന്റെ മകൾ പ്രിയയും. അപ്പൊ ജയിച്ചത് ദുർഗയല്ലേ? ദുർഗ എന്റെ ശത്രുവായിരുന്നത് പണ്ട്. അന്നെന്റെ മകളുടെ സ്ഥാനം കൈക്കലാക്കിയവളെ ഞാൻ കുത്തി പുറത്താക്കാൻ നോക്കിയപ്പോ എന്റെ ഏട്ടന്റെ ഭാര്യയും മക്കളും അത് സമ്മതിച്ചില്ല. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ദുർഗ ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അന്നു മുതൽ ദുർഗ എന്റെ ശത്രുവല്ല, മിത്രമാ. എന്നെയും എന്റെ മകളെയും അപമാനിച്ചിറക്കി വിട്ട ദേവമംഗലം തറവാട്ടിൽ ഒരു കാലത്തും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവരുത്. അതിനുവേണ്ടി ശത്രുവിനെ മിത്രമാക്കി കളിക്കുന്നതാ നല്ലതെന്ന് എനിക്കും തോന്നി. അപ്പോ പ്രിയയെ തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് പിന്നിൽ നീയാണോ? എന്റെ ചരടുവലി കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. തരം കിട്ടുമ്പോഴൊക്കെ ദുർഗയെ ഞാൻ ഉപദേശിക്കാറുണ്ട്. പ്രിയെ അവിടുന്ന് പറഞ്ഞു വിട്ടാലേ നിനക്ക് നിന്റെ ഭർത്താവും ഭർത്താവിന്റെ സ്വത്തും സ്വന്തമാവൂന്ന്. അതവള് നേടി. ദേവമംഗലം തറവാടിന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു. പ്രസയാണോ? പ്രസയാണല്ലോ. ചേട്ടാ, ഏട്ടൻ എനിക്ക് സുഖമില്ലാത്ത വിവരമൊന്നും അറിയണ്ട, വിഷമാവും. പറയാതെ എങ്ങനെയാ? വേണ്ട ചേട്ടാ, പ്ലീസ്. വീട് കുഴപ്പമൊന്നുമില്ലല്ലോ ജയ? അല്ല, ഞാൻ ഓഫീസിൽ തിരക്കിയപ്പോൾ ജയൻ ലീവാന്ന് പറഞ്ഞു. എന്തുപറ്റി? അത് പിന്നെ അത് 2 ദിവസം ലീവ് എടുക്കാൻ ഞാനാ പറഞ്ഞത്. പുതിയ സ്ഥലമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടണ്ടേ? ജനിച്ചു വളർന്ന സ്വർഗത്തുനിന്ന് ഏതോ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ ആയിപ്പോയി അല്ലേ? സൗകര്യക്കുറവൊന്നുമില്ലല്ലോ ജയ? ഏയ്, ദേവമംഗലം തറവാട്ടിൽ ജീവിച്ച നിങ്ങള് ഇവിടെ. ഇതൊക്കെ മതിയേട്ടാ. ഞങ്ങൾക്ക് 3 പേർക്ക് ഇത് തന്നെ ധാരാളാ. അതെ, തറവാടിന്റെ അത്ര വലിപ്പമില്ലെന്നേ ഉള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാ. പിന്നെ എല്ലാത്തിലും വലുത് മനസമാധാനമാണല്ലോ. യെസ്, അതിവിടെ ഉണ്ടാവുന്നുള്ളത് എനിക്കറിയാം. കാരണം ഇവിടെ ദുർഗയില്ലല്ലോ. സമാധാനമില്ലാത്ത കൊട്ടാരത്തിൽ ജീവിക്കുന്നതിനേക്കാൾ സന്തോഷമുള്ള കുടിൽ ജീവിക്കുന്നതാണ് നല്ലത്. ഇനി അവിടെയും സമാധാനം സന്തോഷം ഒക്കെ ഉണ്ടാവും ഏട്ടാ. ദുർഗേച്ചിയുടെ കണ്ണിലെ കരട് ഞങ്ങളായിരുന്നല്ലോ, അത് നീങ്ങിയില്ലേ? അവളുടെ കാര്യം വിട്. നീ 2 ദിവസം കൊണ്ട് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. എന്തുപറ്റി? അസുഖമൊന്നുമില്ലല്ലോ നിനക്ക്? ഏയ്, കുഴപ്പമൊന്നുമില്ല. നീ എന്നോട് മറച്ചു വെക്കണ്ട. ഒന്നുമില്ല ഏട്ടാ. സത്യമാണോ? മാമാ
എവിടെയായിരുന്നു മാമന്റെ കുട്ടി? ഞാൻ കളിക്കായിരുന്നു. ആണോ? മാമ അമ്മയ്ക്ക് സുഖമില്ലാതായി. എന്തുറ്റി? എന്താ പ്രിയ? എന്താ ചെയ്യാ? ഒന്നുമില്ല, ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ BP കൂടിയതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ ഏട്ടാ, കുറച്ചു നാളായിട്ട് BP-യുടെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിച്ചപ്പോ റെഡിയായി. അത് നീ പറഞ്ഞാ പോരാ. ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തിയാലേ അത് മനസ്സിലാവും. നീ പെട്ടെന്ന് റെഡിയാവോ, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ ഏട്ടാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏട്ടനെ കാണുക കൂടി ചെയ്തപ്പോ എന്റെ എല്ലാ ക്ഷീണവും മാറി. പെണ്ണെ, എങ്ങനെയുണ്ട് പുതിയ വീട്? ഇഷ്ടമായ നിനക്ക്? ഇഷ്ടമായ? അല്ല, നിനക്ക് ചോക്ലേറ്റ് വേണ്ടേ? എവിടെ വേണോ? ഒരു ഉമ്മ തന്ന തരും. ഉമ്മ? ഒരു ഉമ്മ കൂടെ തന്നോ? അവന്റെ കുട്ടിയാ നീ. DYSP പ്രസാദ് വലിയ സത്യസന്ധനായ പോലീസ് ഓഫീസറാണെന്നാണല്ലോ വൈപ്പ്. അപ്പൊ പിന്നെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോലീസ് വണ്ടി ഉപയോഗിക്കുന്നത് ശരിയായ കാര്യമാണോ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഓഫീസേഴ്സ് എല്ലാം സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് വണ്ടി തന്നെയാ വീട്ടിലേക്ക് പോകുന്നത്. അത് സ്വന്തം വീട്ടിലേക്ക്. ഇന്ന് വേറെ എവിടെയോ കൂടി കേറിയല്ലോ. ഓ, പ്രിയയുടെ വീട്ടിലൊന്ന് കയറിയതാണ്. എടോ, എന്റെ അനിയത്തിയുടെ വീട് എന്റെ വീട് തന്നെയല്ലേ. ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ മനസ്സിലാവും. ഓ, അപ്പൊ മനസ്സിലാവാത്തത് എനിക്കാണെന്നാ? എന്ന് ഞാൻ പറഞ്ഞോ? വരുന്ന വഴിക്ക് സ്വന്തം സഹോദരിയുടെ വീട്ടിലിറങ്ങിയത് ഔദ്യോഗിക വാഹനത്തിന്റെ ദുരുപയോഗമാവില്ല എന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛാ, ഇനി അച്ഛൻ തുളസിയുടെ വീട്ടിൽ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോണേ. എനിക്ക് തുളസിനെ കാണണം അച്ഛാ. ഈ അമ്മ എന്നെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല അച്ഛാ. അമ്മയുടെ സ്വഭാവം ചീത്തയാ. എന്താ ഇത്? കുഞ്ഞു മനസ്സിൽ കള്ളമില്ലെന്നാ പറയാ. വാശിയും വൈരാഗ്യമൊക്കെ മുതിർന്നവർ തമ്മിൽ പോരെ. കുട്ടികളെങ്കിലും അവരെ ഇഷ്ടത്തിന് വിട്. അടാ, ഹായ്, നല്ല ഉണ്ണിയപ്പം. എനിക്കും ആദിക്കും ഇത് എന്തിഷ്ടാണെന്നോ? നിങ്ങൾക്ക് മാത്രല്ല, ദുർഗാമ്മയ്ക്ക് ഉണ്ണിയപ്പം വലിയ ഇഷ്ടാ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. ദുർഗാമ്മയുടെ ഇഷ്ടം എന്തിനാ അമ്മ പറയുന്നേ? നിന്റെ ഈ മൂക്കിന്റെ തുമ്പിലെ ദേഷ്യേ പെൺകുട്ടിയൊക്കെ അത്ര നല്ലതല്ല കേട്ടോ. എനിക്ക് ദുർഗാമ്മേനെ ഇഷ്ടമല്ല, അതാ. ശരി ശരി. അതെ, ചൂടോടെ എടുത്ത് കഴിച്ചോ. അയ്യോ, ഇഷ്. എന്തു പറ്റി? രുചിയില്ലേ? അതല്ല, എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നു. അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാ ഞങ്ങൾ ഒരുമിച്ചല്ലേ കഴിക്കാറ്. ഞാൻ അവനും കൂടി കൊണ്ടുകൊടുക്കട്ടെ അമ്മേ? ദുർഗാമ്മ കണ്ട സമ്മതിക്കില്ല മോളെ. ഞാൻ ആരും കാണാതെ ആദിക്ക് കൊടുത്തോളാം. സൂക്ഷിച്ചു പോണേ. ശരി അമ്മേ.
അമ്പടി കള്ളി കുട്ടി പിശാചേ, നീ വീണ്ടും വന്നു അല്ലേ? ഇവളെ ഇപ്പൊ തന്നെ ആട്ടി പറഞ്ഞയക്കണോ അതോ ചേച്ചിയെ കൊണ്ട് കൈയോടെ പിടിപ്പിക്കണോ? ചേച്ചിയെ വിളിക്കാം, അതാ നല്ലത്. ആ, തുളസിയോ? വാ തുളസി. ദാ നിനക്ക് ഉണ്ണിയപ്പം ഇഷ്ടമല്ലേ? എന്റെ അമ്മ ഉണ്ടാക്കിയതാ. നമുക്കേ അവിടെ പോയി നിന്ന് കഴിക്കാം. എങ്ങനുണ്ട്? ഇഷ്ടായോ? അല്ലെങ്കിലും ആന്റി എന്തുണ്ടാക്കിയാലും നല്ല സൂപ്പർ അല്ലേ? നീയും കഴിക്കു തുളസി. കണ്ടോ ചേച്ചി? ഡി ഇവിടെ വാടി. എന്തുവാടി ഇവിടെ? എന്തോന്നാ രണ്ടെണ്ണം കൂടെ കട്ട് തിന്നുന്നേ? എന്താടാ നീ അവക്ക് കൊടുത്തേ? ആദ്യം തന്നതൊന്നുമല്ല, ഞാൻ കൊണ്ടുവന്നതാ. മുത്താ, നിനക്കിവിടെ വേറൊന്നും ഇല്ലാഞ്ഞിട്ടാണോടാ ഈ ലോക്കൽ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നേ? മോനെ എന്തിനാ ചേച്ചി കുറ്റം പറയുന്നേ? ഇവളല്ലേ ഓരോന്ന് കാണിച്ച് ആദ്യം മോനെ മയക്കുന്നത്. ആദിക്ക് ഉണ്ണിയപ്പം ഇഷ്ടായത് കൊണ്ടാ. ഇഷ്ടം വയടക്കടി. ഇനി ശബ്ദിച്ചോ കഴുത്ത് പിടിച്ച് ഞെരിക്കും ഞാൻ. ഡാ ആദി, നിനക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി തരത്തില്ലേ? എന്തിനാടാ ഇവള് കട്ടുകൊണ്ട് വരുന്നതൊക്കെ വാങ്ങി കഴിക്കുന്നേ? ദാ ഇതുകൊണ്ട് കളഞ്ഞേക്ക്. അയ്യോ, കട്ടെടുത്തോണ്ട് വന്നൊന്നുമല്ല, അമ്മ ആദിക്ക് കൊടുക്കാൻ തന്നു വിട്ടതാ. ഡേ, നിന്നോടല്ലേ വായടയ്ക്കാൻ പറഞ്ഞേ? ഓ, അപ്പൊ അമ്മയും മോളും കൂടി എന്റെ മകനെ മയക്കെടുക്കാൻ നോക്കുക അല്ലേ? ഡി, ഇനി ഇവിടെങ്ങാനും നിന്നെ കണ്ടാലുണ്ടല്ലോ നല്ല ചട്ടവും പഴിപ്പിച്ച് വെച്ച് തരും. കേട്ടലോടി? എത്ര പറഞ്ഞാലും കേക്കത്തില്ല അല്ലേ? അയ്യോ അയ്യോ അമ്മേ, അമ്മേ തുളസി വിടമ്മേ. പൊടി പൊടി അസത്തെ, ഇങ്ങോട്ട് വാടാ. വരാൻ. ഡേ, എന്തിനാടി വായി നോക്കി നിൽക്കുന്നേ? പോടി. നീ പോടി ഡാഗിനി. ഡോക്കിന് നിന്റെ കുരുത്തം കേട്ടവള്. അമ്മേ, എന്താ മോളെ? എന്താ നീ വല്ലാതിരിക്കുന്നേ? ആദിക്ക് ഉണ്ണിയപ്പം കൊടുത്തില്ലേ? കൊടുത്തു. പക്ഷെ അപ്പോഴേക്കും ആ 2 യക്ഷകളും ചാടി വീണു. 2 യക്ഷികളോ? ആ, ദുർഗാമ്മയും ആ ഡാഗിനിയും. എന്റെ ചെവിയിലും കിഴുക്കി. അച്ചോ, എന്റെ മോക്ക് നന്നായി വേദനിച്ചോ? പിന്നെ വേദനിക്കാതെ നോക്കിക്കോ. ദുർഗാമ്മയും ഡാഗിനിയും ഒരു ദിവസം ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. തൊടിയില് നല്ല ചൊറിയണത്തിന്റെ ചെടിയുണ്ട്. അത് ഞാൻ ആദ്യം കൊണ്ട് 2 ആളുടെയും ഡ്രസ്സിനടിയിൽ വെപ്പിക്കും. അയ്യോ, നീ വേണ്ടാത്തതൊന്നും കാണിക്കില്ലേ മോളെ? അത് നീ സ്വന്തം അമ്മയോട് ചെയ്യുന്നത് പോലെ ആവും. അതെങ്ങനെയാ അമ്മേ? എന്നോട് ഒരു സ്നേഹമില്ലാത്ത ദുർഗാമ്മയെ ഞാൻ എന്തിനാ അമ്മയെ പോലെ കാണുന്നേ? അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് അവരെ ഇഷ്ടമല്ല. ഈശ്വര, ഇവളിപ്പോഴേ ദുർഗേച്ചിയെ ശത്രുവായി കണ്ട നാളെ സത്യം അറിയുമ്പോ. എല്ലാ സത്യവും എല്ലാവരും അറിയുന്നൊരു കാലം
അതെന്തെങ്കിലും ഉണ്ടാവുന്നത് തന്നെയാണോ നിന്റെ വിശ്വാസം? ഉണ്ടാവണ്ടേ? തുളസിമോളായാലും ആദിമോനായാലും യഥാർത്ഥ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം എന്നെങ്കിലും അവരറിയണ്ടേ?